ഇന്നത്തെ വീഡിയോ ഗോപ്രോയ്ക്ക് ഒരു സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കുന്ന വീഡിയോ ആണ്. സാധാരണ നമ്മൾ മൊബൈൽ ഫോണൊക്കെ മേടിക്കുമ്പോൾ അതിൽ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കാറുണ്ട്. അതുപോലെ തന്നെ ഗോപ്രോയ്ക്ക് ഒട്ടിക്കുന്നത് നല്ലതാണ്. ഗോപ്രോ മേടിക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ കൂടെ ഒരു സ്ക്രീൻ ഗാർഡും കൂടി സെലക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മുടെ ഗോപ്രോ മീഡിയ മോഡ് ഒട്ടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കാതിരിക്കുന്നത് നല്ലത്. കാരണം സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചു കഴിഞ്ഞാൽ മീഡിയ മോഡ് പ്രോപ്പറായിട്ട് നമ്മുടെ ഗോപ്രോയിൽ കണക്റ്റ് ആവത്തില്ല. പിന്നെ ഓൾറെഡി നമ്മുടെ ഗോപ്രോ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. പക്ഷേ മീഡിയ മോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് അല്ലാതെ ആവും. അപ്പോൾ ഞാൻ വാങ്ങിയിരിക്കുന്നത് ടാസ്ലാർ എന്ന ബ്രാൻഡ് നെയിമിലുള്ള സ്ക്രീൻ ഗാർഡാണ്. ഇവർക്ക് മൊബൈൽ ഫോണിനും സ്മാർട്ട് വാച്ചിനും ടാബ്ലറ്റിനും ഒക്കെ സ്ക്രീൻ ഗാർഡുകളുണ്ട്. ആമസോണിൻ്റെ പാക്കിങ് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ബോക്സാണ് കിട്ടുക. അപ്പോൾ നമുക്കിനി ഈ ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. നല്ലൊരു ക്വാളിറ്റി ബോക്സാണ്. ഇതിൻ്റെ അകത്ത് ഇതുപോലെ 2 ചെറിയ പാക്കറ്റുകളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ബോക്സും ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ബോക്സിൻ്റെ അകത്തുള്ളത്. ഈ ചെറിയ 2 കവറിലും ഉള്ളത് ഒരേ ഐറ്റം തന്നെയാണ്. അപ്പോൾ നമ്മുടെ കവറിൻ്റെ അകത്തുള്ളത് ആദ്യം ഒരു ചെറിയ കനം കുറഞ്ഞ പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയലാണ്. അത് നമ്മുടെ സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ച് കഴിയുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതിങ്ങനെ തെന്നിച്ച് കളയാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഉള്ളത് ആൽക്കഹോൾ പ്രിപ്പ് പാഡാണ്. അതൊരു ടിഷ്യൂ മോഡലാണ്. നമ്മുടെ ഗാഡ്ജറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. പിന്നെ ക്യാമറയുടെ സ്ക്രീൻ തുടയ്ക്കാനായിട്ട് കനം കുറഞ്ഞൊരു തുണിയാണ്. നമ്മൾ ഈ കണ്ണാടിയൊക്കെ മേടിക്കുമ്പോൾ കിട്ടുകയല്ലേ, ആ മോഡലൊരു കനം കുറഞ്ഞ തുണി. പിന്നെ ഉള്ളത് സ്റ്റിക്കറുകളാണ്. നമ്മുടെ അലൈൻമെൻറ്റ് കറക്റ്റ് ആക്കാനും, അതായത് ഗ്ലാസ് ഒട്ടിക്കുമ്പോൾ അലൈൻമെൻറ്റ് കറക്റ്റ് ആക്കാനും ഡസ്റ്റ് പാർട്ടിക്കിൾ റിമൂവ് ചെയ്യാനുമുള്ള സ്റ്റിക്കറുകളാണ് അതിൻ്റെ അകത്തുള്ളത്. ഇനി നമുക്ക് കിട്ടിയ ചെറിയ ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത് ഒരു ഗ്ലാസ്സാണ്. അതായത് നമ്മുടെ ഗോപ്രോയുടെ മെയിൻ സ്ക്രീനിൽ ഒട്ടിക്കാനുള്ള ഗ്ലാസ്. അതിന് ഇത്തിരി വലുപ്പം കൂടുതലുണ്ടായിരിക്കും. നമ്മുടെ ഗോപ്രോയുടെ ഒരു ഗ്ലാസിൻ്റെ ലെങ്തും ലെവലൊക്കെ അറിയാമല്ലോ, ആ ഒരു വലുപ്പത്തിലുള്ള ഒരു ഗ്ലാസ്സാണ് അതിനകത്തുള്ളത്. പിന്നെ രണ്ടാമതുള്ളത് ചെറിയ 2 ഗ്ലാസ്സുകളാണ്. അതായത് ഒന്ന് ഗോപ്രോയുടെ ലെൻസിൽ ഒട്ടിക്കാനും മറ്റൊന്ന് ഗോപ്രോയുടെ ലെൻസിൻ്റെ തൊട്ടിപ്പുറത്തൊരു സ്ക്രീൻ ഉണ്ടല്ലോ അതിൽ ഒട്ടിക്കാനുള്ള ഗ്ലാസ്സുകളാണുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്തും അലൈൻമെൻറ്റ് ശരിയാക്കാനും ഡസ്റ്റ് പാർട്ടിക്കിൾ റിമൂവ് ചെയ്യാനും പറ്റിയ പോലത്തെ സ്റ്റിക്കറുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ വൈപ്സാണ്. ഇത് ആകെ ഒരു പീസേ ഉള്ളൂ. ഒരു പീസും കൂടി ഉണ്ടായിരുന്ന സൂപ്പറായേനെ. അപ്പോൾ നമുക്ക് ഗോപ്രോയിലോട്ട് ഗ്ലാസ് ഒട്ടിക്കാം. നമ്മൾ ഫസ്റ്റ് നമ്മുടെ ചെറിയ സ്ക്രീനിലാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ കമ്പനിയുടെ ആ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഗോപ്രോയുടെ ചെറിയ ഗ്ലാസ് വളരെ നന്നായിട്ട് തുടയ്ക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്ന ഒരു ചെറിയ തുണി കഷ്ണമുണ്ട്, വളരെ കനം കുറഞ്ഞത്. അത് വെച്ചിട്ടാണ് നമ്മൾ തുടയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെറ്റ് വൈപ്സ് എടുക്കുക. അതിൽ 1 നമ്പർ എഴുതിയേക്കുന്നത് പൊട്ടിച്ചിട്ട് അത് വെച്ചിട്ട് ഗ്ലാസ് നന്നായിട്ട് തുടയ്ക്കുക. അപ്പോൾ ഇതൊരു പീസേ ഉള്ളൂ എന്ന് നേരത്തെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് വളരെ സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാനായിട്ടേ. വെറ്റ് വൈപ്സ് കൊണ്ട് നന്നായിട്ട് തുടച്ചിട്ട് ഗ്ലാസ് നന്നായിട്ട് തിളക്കിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് അത് കളയാതെ എടുത്ത് വെക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ ഡ്രൈ വൈപ്സ് കൊണ്ട് ആ ഗ്ലാസ് വീണ്ടും നന്നായിട്ട് തുടയ്ക്കുക. അപ്പോൾ നല്ല തിളക്കത്തിൽ നമ്മുടെ ഗോപ്രോയുടെ ഗ്ലാസ് ഉണ്ടാവും. സ്ക്രീൻ വളരെ നല്ല സൂപ്പറായിട്ട് തിളങ്ങി നിൽക്കും. അപ്പോൾ വിരലിൻ്റെ പാടോ ആ ഒരു ഫിംഗർ പ്രിൻറ്റിൻ്റെ ആ ഒരു കാര്യങ്ങളൊന്നും ഗ്ലാസ്സിലുണ്ടാവാതെ നല്ല രീതിയിൽ നമ്മളത് തുടച്ച് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ വെറ്റ് വൈപ്സ് കൊണ്ടും ഡ്രൈ വൈപ്സ് കൊണ്ടും ഒക്കെ ഗോപ്രോയുടെ ഗ്ലാസ് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കാൻ പോവുകയാണ്. നമ്മൾ ഗോപ്രോയുടെ ഗ്ലാസ്സിലോട്ട്, അതായത് സ്ക്രീനിലോട്ട് നമ്മുടെ സ്ക്രീൻ ഗാർഡ് ഒന്ന് ജസ്റ്റ് വെച്ച് നോക്കണം. കറക്റ്റ് ലെവലും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക. അപ്പം ഓൾറെഡി ഈ സ്ക്രീൻ ഗാർഡിൽ ഒരു സെപ്പറേഷൻ ഉണ്ടാവും. സ്ക്രീൻ ഗാർഡിൻ്റെ കട്ടി കൂടിയ വശമാണ് നമ്മൾ ഗോപ്രോയിൽ ഒട്ടിക്കുക. അപ്പോൾ നമുക്ക് ഈ സ്ക്രീൻ ഗാർഡ് കയ്യിലെടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഏത് വശമാണ് ഒട്ടിക്കേണ്ടതെന്ന്. കട്ടിയുള്ള ഭാഗം നമ്മുടെ ഗോപ്രോയുടെ സ്ക്രീനിൽ ഒട്ടിക്കണം. അത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പം നമ്മുടെ ഗൈഡ് സ്റ്റിക്കർ എടുത്തിട്ട് കട്ടിയുള്ള ഗ്ലാസിൻ്റെ ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. 2 സ്റ്റിക്കർ ഒട്ടിക്കണേ. അങ്ങനെ 2 സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡയറക്ഷനിൽ ആ സ്റ്റിക്കർ വയ്ക്കുക. എനിക്ക് സ്യൂട്ടബിൾ ഇതുപോലെ വയ്ക്കുമ്പോഴാണ് സ്യൂട്ടബിളായിട്ട് തോന്നിയത്. അപ്പം ഞാൻ ആ ഡയറക്ഷനിൽ നമ്മുടെ സ്ക്രീൻ ഗാർഡിൻ്റെ അലൈൻമെൻറ്റ് ശരിയാക്കി. അതായത് ഗോപ്രോയുടെ സ്ക്രീനിലോട്ട് നമ്മൾ ഒട്ടിക്കുന്ന
സ്ക്രീൻ ഗാർഡിൻ്റെ അരികുകൾ കറക്റ്റാക്കി വെച്ചു. സ്ക്രീൻ ഗാർഡിൻ്റെ അരികുകൾ കറക്റ്റാക്കിയതിന് ശേഷം ആ നീല സ്റ്റിക്കർ ഗോപ്രോയുടെ ബോഡിയിലേക്ക് ഒട്ടിച്ച് കൊടുത്തേക്കുവാണേ. അതൊക്കെ കറക്റ്റാക്കിയതിന് ശേഷം ഒന്നുകൂടെ നോക്കുക, കറക്റ്റല്ലേ, അതിൻ്റെ അരികും കാര്യങ്ങളൊക്കെ കറക്റ്റല്ലേ എന്ന് നോക്കണേ. കറക്റ്റ് ലെവലായി കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീൻ ഗാർഡുകൾക്കിടയിൽ ഒരു സെപ്പറേഷനുണ്ട്, ഒരു സ്റ്റിക്കറുണ്ട്. ആ സ്റ്റിക്കറെ പിടിച്ച് മെല്ലെ വലിക്കുക. അപ്പം ഇതുപോലെ ഇളകി വരും, ഒരു സൈഡ് ഇളകിപ്പോവും. അത് നമ്മളങ്ങ് ഇളക്കി മാറ്റിയിട്ട് ആ കട്ടിയുള്ള ഗ്ലാസ് മെല്ലെ ഗോപ്രോയുടെ സ്ക്രീനിലോട്ട് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എയർ ബബിൾസൊക്കെ ഒരു സൈഡിലേക്ക് പോയിട്ട് ഡിസപ്പിയർ ആവുന്നത് കാണാൻ പറ്റും. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. എയർ ബബിളൊന്നും അവിടെ തട്ടി നിൽക്കുകയില്ല. വളരെ നന്നായിട്ട് ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ എയർ ബബിൾ ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ കൈ കണ്ടിങ്ങനെ ഓടിച്ചു കൊടുത്താൽ മതി. മൊത്തം എയർ ബബിളും പോയിട്ട് നല്ല സൂപ്പറായിട്ട് സ്ക്രീൻ മാറും. അല്ലെങ്കിൽ ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മെറ്റീരിയൽ നമുക്ക് നമ്മുടെ ആക്സസറീസ് മേടിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഇങ്ങനെ എയർ ബബിൾസ് നമുക്ക് ഒഴിവാക്കി കളയാവുന്നതാണ്. സ്ക്രീൻ ഗാർഡ് നന്നായിട്ട് ഒട്ടിച്ചതിന് ശേഷം എയർ ബബിൾസൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മുടെ ആ നീല സ്റ്റിക്കർ മെല്ലെ ഗോപ്രോയിൽ നിന്ന് ഇളക്കിയെടുക്കണം. എന്നിട്ട് കളയരുത്, നമ്മൾ എവിടെ നിന്നാണോ എടുത്ത് അവിടെ തന്നെ വീണ്ടും ഒട്ടിച്ച് വയ്ക്കുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയാം, അടുത്ത സ്ക്രീൻ ഒട്ടിക്കുമ്പോൾ ഇത് തന്നെ ഉപയോഗിക്കാൻ പറ്റുമേ. ചെറിയ സ്ക്രീൻ ഒട്ടിച്ചതുപോലെ തന്നെ വലിയ സ്ക്രീൻ ഒട്ടിച്ചെടുക്കുക. നമ്മുടെ അലൈൻമെൻറ്റ് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് എയർ ബബിൾസൊക്കെ കളഞ്ഞ് വളരെ സൂപ്പറായിട്ട് എടുക്കുക. ഇനിയുള്ളത് ഗോപ്രോയുടെ ലെൻസാണ്. അതിൽ നമ്മൾ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കുന്നില്ല, കാരണം നമ്മളെടുക്കുന്ന പിക്ചറിൻ്റെ ക്വാളിറ്റി കുറയാനുള്ള സാധ്യതയുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, അഥവാ ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഈ ലെൻസ് കവർ നമുക്ക് ഊരി മാറ്റിയിട്ട് വേറൊന്ന് ഇടാൻ പറ്റും. പിന്നുള്ളത് നമ്മളിതിന് ഇടാനായിട്ട്, അതായത് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒരു കവർ മേടിക്കുകയാണ്. അപ്പോൾ ആ കവറാണ് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത്. വളരെ സ്മൂത്തായിട്ടുള്ളൊരു കേസാണിത്, നല്ല സോഫ്റ്റാണ്, അതുപോലെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെയൊക്കെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. വീഡിയോയിൽ കാണുന്ന പോലെ ഗോപ്രോയുടെ ഒരു സൈഡ് നമ്മുടെ കേസിൻ്റെ അകത്തേക്ക് ഇറക്കുക. അങ്ങനെയാണ് ഈ കവർ ഇടുക ഗോപ്രോയ്ക്ക്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കയ്യിലൊക്കെ വെച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ടാഗ് നമ്മുടെ കയ്യിൽ കൊളുത്തിയിടാൻ പറ്റും. അപ്പം നമുക്കൊരു സാറ്റിസ്ഫാക്ഷനാണ്, ഗോപ്രോ കയ്യിൽ നിന്ന് തെറിച്ച് പോവില്ല, അല്ല കയ്യിൽ നിന്ന് നിലത്തോട്ട് വീഴത്തില്ല എന്നൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ മനസ്സമാധാനം ഉണ്ടാവും. പിന്നെ ഇതാണ് സ്ക്രീൻ കവർ. നല്ല സൂപ്പറായിട്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ സ്ക്രീൻ കവർ ഇട്ടുകൊണ്ട് പോകാൻ പറ്റും. അങ്ങനെ സ്ക്രീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു കവർ ഇടുമ്പോൾ നമുക്ക് ഗോപ്രോ മൗണ്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. ഓണാക്കാൻ പറ്റും, ഓഫാക്കാൻ പറ്റും. അതിനൊന്നും കവർ ഊരണ്ട. ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് ഈ ഒരു കവർ നമുക്ക് ഊരേണ്ടതായിട്ട് വരും. അതൊരു കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, കാരണം ഗോപ്രോ എന്ന നമ്മുടെ ക്യാമറ സുരക്ഷിതമായി ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.